നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം നമുക്ക്. ആദ്യത്തെ കറണ്ട് അഫേഴ്സ്, ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ബീഡ്സ്. 2023 സുന്ദർബൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച വിദ്യാഭ്യാസ ചിത്രമായി തിരഞ്ഞെടുത്തത് എഴുത്തോല സംവിധാനം ചെയ്തത് സുമേഷ് ഉണ്ണികൃഷ്ണൻ. കേരള വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ MK സക്കീർ. പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വീട്ടിലെത്തിക്കുന്ന സർക്കാർ പദ്ധതി. കേരളത്തിലെ ആദ്യ വനിതാ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ നേടിയത് നിമ്മി എ ജോർജ്. കേരളത്തിലെ ആദ്യ വനിതാ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ നേടിയത് നിമ്മി എ ജോർജ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോകകപ്പ് ചെസ് ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. 2023 ICC പുരുഷ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ക്രിക്ടോവേഴ്സ് ആണ് 2023 ICC പുരുഷ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. 2023 ICC പുരുഷ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ. 2023 ICC പുരുഷ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ. 2023 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി പാകിസ്ഥാൻ. ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമാണ് 2023 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് നടക്കുക. 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കോപ്പൻഹേഗൻ, ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുക. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. 2023 അണ്ടർ 20 വനിതാ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. 2023 അണ്ടർ 20 വനിതാ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. വേദി അമ്മാൻ, ജോർദാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിൽ. ഹെറിറ്റേജ് ട്രീസ് ഓഫ് ഗോവ, വെൻ പാരലൽ ലൈൻസ് മീറ്റ്, എൻ്റെ പ്രിയപ്പെട്ട കവിതകൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് PS ശ്രീധരപിള്ള. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ലൂണ 25. അടുത്തത് ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. ഈ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഇനി ആചരിക്കുക. നമ്മുടെ ചന്ദ്രയാൻ്റെ ലാൻഡർ അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തത് 6:04 PM. ആദ്യ സന്ദേശം ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നിവർക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ, മിഷൻ ഡയറക്ടർ S മോഹൻകുമാർ, ISRO ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് ഡൽഹി മുതൽ ഹരിയാനയിലെ ഗുരുഗ്രാം വരെയാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ കാർ ക്രാഷ് ടെസ്റ്റിംഗ് സംവിധാനമാണ് ഭാരത് NCAP, ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം. 2023 ഓഗസ്റ്റിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. 2023 ഓഗസ്റ്റിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ഓഗസ്റ്റിൽ 40 വർഷങ്ങൾക്ക് ശേഷം ഗ്രീസ് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഷട്ട താവിസിൻ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. താങ്ക് യു.